56 വർഷം മുൻപ് വിമാനം തകർന്ന് വീരമൃത്യു വരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി വീണ ജോർജ് തുടങ്ങിയവർ ആദരാഞ്ജലി അർപ്പിച്ചു. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, 56 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചു. നാളെ സൈനിക ബഹുമതികളോടുകൂടിയായിരിക്കും സംസ്കാരം. സംസ്ഥാനത്തിന് വേണ്ടി മന്ത്രി വീണ ജോർജ് ആദരാഞ്ജലി അർപ്പിച്ചു. ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. വിശദാംശങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് വ്യോമസേനയുടെ പ്രത്യേക C-130J വിമാനം ഹിൻഡൻ എയർബേസിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത്. അതിനുശേഷം സൈന്യത്തിന്റെ വിവിധ ബഹുമതികൾ അർപ്പിച്ചു. സംസ്ഥാന സർക്കാരിന് വേണ്ടി സംസ്ഥാന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്നിവരുടെ എല്ലാം നേതൃത്വത്തിലായിരുന്നു ഈ ഭൗതികദേഹത്തെ സ്വീകരിച്ചത്. ആദ്യം അദ്ദേഹത്തിൽ ഉപചാരം അർപ്പിച്ചത് അദ്ദേഹത്തിന്റെ സഹോദരൻ തോമസ് ആയിരുന്നു. തോമസ് ഔചാരം അർപ്പിച്ച ശേഷം ബന്ധുക്കൾ, അതിനൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികൾ, സൈനിക ഭാഗങ്ങളുടെ തിരുവനന്തപുരം റീജിയൻ്റെയൊക്കെ ചുമതലയുള്ള ആളുകളൊക്കെ ആ രീതിയിൽ ആദരാഞ്ജലികളും പുഷ്പചക്രവും ഒക്കെ അർപ്പിച്ചു. അതിനുശേഷം ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള ഔദ്യോഗിക ബഹുമതികൾ നൽകിയ ശേഷം ഇപ്പോൾ ഭൗതികദേഹം വാഹനത്തിലേക്ക് കയറ്റുകയാണ്. ഇവിടെ നിന്നും പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ആശുപത്രിയിലേക്കാണ് ഈ ഭൗതികദേഹം കൊണ്ടുപോകുന്നത്. അവിടെ ഇന്ന് അവിടുത്തെ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് ഈ ഭൗതികദേഹം സൂക്ഷിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാക്കിയിരിക്കുന്ന വിവരം. അതിനുശേഷമായിരിക്കും നാളെ രാവിലെ, കൃത്യമായൊരു സമയം നമുക്കിപ്പോൾ സൈനിക വിഭാഗങ്ങൾ നൽകിയിട്ടില്ല, രാവിലെ എന്നാണ് പറയുന്നത്. രാവിലെയോടെ ഇവിടെ നിന്നും പത്തനംതിട്ട ഇലന്തൂരിലേക്ക് കൊണ്ടുപോകും. അവിടെ ഇലന്തൂരിൽ നിന്നും രാവിലെ 10 മണിക്ക് ഒരു വിലാപയാത്ര എന്ന രീതിയിലായിരിക്കും ഭൗതികദേഹവുമായി വീട്ടിലേക്ക് പോകുക. അതിനുശേഷം വീട്ടിൽ ഏതാണ്ട് 1 മണിയോടെ ഈ പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കും. ശേഷം ഇലന്തൂരിലെ തന്നെയുള്ള പള്ളിയിൽ ഈ ഭൗതികദേഹം സംസ്കരിക്കുമെന്നുള്ളതാണ്, അതും പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കരിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത്. എന്തായാലും ഈ ഭൗതികദേഹത്തോടൊപ്പം ഭൗതികദേഹം കണ്ടെടുത്ത ദോഗ്ര റെജിമെന്റിലെ സൈനികരടക്കമുള്ളവർ, ദോഗ്ര സ്കൗട്ട്സിലെ സൈനികരടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് വർഷങ്ങൾ, 56 വർഷത്തോളം നീണ്ടു നിന്ന ഒരു തിരച്ചിൽ, അത് തുടർച്ചയായി എല്ലാ പ്രാവശ്യവും സൈന്യം നടത്തി വരുന്നുണ്ടായിരുന്നു. ആ തിരച്ചിലിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ സാധാരണഗതിയിൽ മറവിയിലാണ്ട് പോകുന്ന പല രാജ്യങ്ങളിലുമൊക്കെ അങ്ങനെ സൈനികരെയൊക്കെ മറന്നു പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഭാരതം തങ്ങളുടെ സൈനികർക്കായി തുടർച്ചയായ രീതിയിൽ തിരച്ചിൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവിൽ അദ്ദേഹത്തിൻ്റെയും ഇപ്പോൾ ഏറ്റവും പുതിയ 4 പേരുടെ ഭൗതികദേഹമാണ് കണ്ടെത്തിയത്. ഇപ്പോൾ ഈ വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹമുണ്ട്. ഇവിടെ നമുക്ക് ഈ കാണാം, ഈ ദോഗ്ര സ്കൗട്ട്സിൻ്റെ തിരച്ചിലാണ് നമുക്ക് ഈ ഭൗതികദേഹം കണ്ടെത്തിയത്. സർ, വെർ യു പാർട്ട് ഓഫ് ദ ടീം ഫൗണ്ട് ദിസ് ബോഡി? अभी वो बॉडी फाउंड वाला टीम पे है क्या? No sir, no. You are just representing them? जी. Okay, fine. Is that guy? He was also just representing the team? Yes. Not in that No. search and rescue team? Okay. ഈ ദോഗ്ര സ്കൗട്ട്സിൻ്റെ ഈ റെജിമെൻ്റാണ് അവിടെ തിരച്ചിൽ നടത്തിയിരുന്നത്. ഈ തിരച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭൗതികദേഹം കിട്ടിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ചന്ദ്രഭാഗ എക്സ്പെഡിഷൻ എന്ന് പേരിട്ട് നടത്തിയിരുന്ന ഒരു തിരച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഭൗതികദേഹം കണ്ടെത്തിയത്. ഇപ്പോൾ ഇവിടെ ഉള്ളത് റെജിമെൻറ്റിനെ പ്രതിനിധീകരിച്ചുള്ള സൈനികരുണ്ട്, പക്ഷേ തിരച്ചിൽ പങ്കെടുത്തവരല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും വലിയ ഒരു വാർത്തയായി തന്നെ ഇത് മാറിയിട്ടുണ്ട്. കാരണം ഏതാണ്ട് 56 വർഷത്തിന് ശേഷം ഒരു ഭൗതികദേഹം അത് മഞ്ഞിൽ നിന്നും കണ്ടെത്തുക, അതും രാജ്യത്തിന് വേണ്ടി ഉള്ള സേവനത്തിനിടയിൽ വീരമൃത്യു മരിച്ചവരിൽ ഒരാൾ. ഏതാണ്ട് 102 പേരെയാണ് AN-12 വിമാനം തകർന്നു വീണ് കാണാതായത്. അതിലാകെ 9 പേരെയാണ് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോഴാണ് എത്ര വലിയൊരു ദുരന്തമായിരുന്നു. ഇന്നും കാത്തിരിക്കുന്ന എത്രയധികം കുടുംബങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുക. 22-ാം വയസ്സിലാണ് ഈ ക്രാഫ്റ്റ്സ്മാൻ തോമസ് ചെറിയാൻ സൈനിക സേവനത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമാകുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രം കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും. എത്ര ചെറുപ്പമുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു യുവാവായിരുന്നു. ആ പ്രായത്തിലാണ് അദ്ദേഹം രാജ്യത്തിനായി അദ്ദേഹത്തിൻ്റെ ജീവിതം അർപ്പിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നഷ്ടമായത്. ഇത്രയും കാലം തുടർച്ചയായി നടത്തിയ തിരച്ചിലിനൊടുവിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹം രാജ്യത്തിന് നൽകിയ സേവനത്തിൻ്റെ എല്ലാ തിരിച്ചുള്ള അദ്ദേഹം നന്ദി പ്രകടനം പോലെ അദ്ദേഹത്തിന് ലഭ്യമാകേണ്ട എല്ലാ ഔദ്യോഗിക ബഹുമതികളോടെയും അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാർ പ്രതിനിധിയായി ശ്രീ സുരേഷ് ഗോപി അടക്കമുള്ളവരെല്ലാം ചേർന്നത് ഏറ്റുവാങ്ങി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നു. ഇവിടെ നിന്നും
പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ ആശുപത്രിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അല്പസമയത്തിനുള്ളിൽ കൊണ്ടുപോകുക. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും ഈ വാഹനത്തിൽ ഭൗതികദേഹം കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ്. അതും വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അതും നടക്കും. അതിനുശേഷം ഇന്ന് പാങ്ങോട് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം മാറ്റും. നാളെ രാവിലെയാണ് ഈ ഭൗതികദേഹവുമായി ഇവിടെ നിന്ന് ഇതേ സൈനിക വാഹനത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ സൈനിക വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹവുമായി സൈന്യം ഇലന്തൂരിലേക്ക് പോകും. പിന്നീട് ഇലന്തൂരിൽ നടക്കുന്ന വിലാപയാത്ര, അതിനുശേഷം വീട്ടിൽ പൊതുദർശനം, തുടർന്ന് സംസ്കാര ചടങ്ങുകൾ, അതും പൂർണ്ണ സൈനിക ബഹുമതികളോടെ. ഇന്ന് ഈ വിമാനത്താവളത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങുന്ന ചടങ്ങിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി വീണ ജോർജ്, കേന്ദ്ര സർക്കാർ പ്രതിനിധിയായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ഈ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ കമാൻഡർ സലീൽ MP, അതോടൊപ്പം തന്നെ മറ്റ് സൈനിക വിഭാഗങ്ങളുടെ പ്രതിനിധികൾ, തോമസ് ചെറിയാൻ്റെ കുടുംബാംഗങ്ങൾ അടക്കം, അതോടൊപ്പം തന്നെ അദ്ദേഹം നേരത്തെ പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഈ ക്രാഫ്റ്റ്സ്മാൻ എന്ന തസ്തികയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന EME യൂണിറ്റിൻ്റെ പ്രതിനിധികളും എത്തിയിരുന്നു. ദോഗ്ര സ്കൗട്ട്സിൻ്റെ പ്രതിനിധികൾ എത്തിയിരുന്നു. അങ്ങനെ പൂർണ്ണമായും ഒരു സൈനികൻ ലഭ്യമാകേണ്ട എല്ലാ പൂർണ്ണ സൈനിക ബഹുമതികളോടെയുമാണ് അദ്ദേഹത്തിൻ്റെ ഈ മടക്കയാത്ര എന്നുള്ളതാണ്. പല അവസ്ഥയിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പല സാഹചര്യങ്ങളിൽപ്പെട്ട സൈനികരുടെയൊക്കെ ജീവൻ നഷ്ടമാകുന്നത്, അവരുടെ ജന്മനാട്ടിലേക്കുള്ള മടക്കവും ഒക്കെ നമ്മൾ ഒട്ടനവധി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്നത് ഇത് ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 56 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭൗതികദേഹം തിരിച്ച് ഒരു മനുഷ്യായുസിന്റെ അത്രയും സമയമെടുത്തു അദ്ദേഹത്തിന്റെ ആ മടക്കയാത്ര എന്നുള്ളതാണ്. 56 വർഷം എന്ന് പറയുന്നത് സൈനികർ അവരുടെ തിരച്ചിലിനായി 56 വർഷവും വിനിയോഗിച്ചു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം തോമസ് ചെറിയാൻ്റെ കുടുംബം പ്രതികരിച്ചത്, കുടുംബക്കാരുടെ പ്രതികരണം, ബന്ധുക്കളുടെ പ്രതികരണം, ദുഃഖവും സന്തോഷവും ഒക്കെ ഇടകലർന്ന ഒരു സമ്മിശ്ര വികാരമാണ് തങ്ങൾക്ക്. കാരണം നഷ്ടപ്പെട്ടു പോയി ആ വ്യക്തിയെ. പക്ഷേ എന്നാലും ഇത്രയും കാലങ്ങൾക്ക് ശേഷം തിരിച്ച് കണ്ടെത്താനായി ആ ഭൗതിക ശരീരം അച്ഛൻ്റെയും അമ്മയുടെയും കല്ലറയിൽ തന്നെ അടക്കാനായി അതിലതിയായ സന്തോഷമുണ്ട് എന്ന് പറയുകയാണ്. ഒരു പക്ഷേ രാജ്യത്തിനു വേണ്ടി വീരചരമം പ്രാപിച്ച സൈനികൻ 56 വർഷങ്ങൾക്ക് ശേഷം വീരോചിതമായൊരു യാത്രയയപ്പ് നൽകാൻ കുടുംബത്തിനും സൈന്യത്തിനും സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യമായി തന്നെ കരുതേണ്ടിയിരിക്കുന്നു ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം. ഈ ഭൗതികദേഹവുമായി സൈനിക വാഹനം പുറപ്പെടും. അതിനുശേഷം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ സൈനിക ആശുപത്രിയിലേക്കാണ് അവരുടെ ഭൗതികദേഹം എത്തിക്കുന്നത്. അവിടെ വെച്ചതിന് ശേഷമായിരിക്കും നാളെ രാവിലെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ബന്ധുക്കളടക്കം എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. വളരെ ഒരു എന്താ പറയുക, അതിനോടൊരു അദ്ദേഹത്തിൻ്റെ കൃത്യമായ രീതിയിലുള്ള എല്ലാവിധമായ സൈനിക ബഹുമതികളോടുമുള്ള അദ്ദേഹത്തിൻ്റെ മടക്കയാത്രയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് പാങ്ങോട് സൈനിക ക്യാമ്പിലെ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം സൂക്ഷിക്കും. തുടർന്ന് നാളെ രാവിലെയാണ്, അത് പുലർച്ചെ എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതിൻ്റെ ഒരു കൃത്യമായ ടൈം അത് ഡിഫൻസ് വിഭാഗത്തിൽ നിന്നുള്ള അറിയിപ്പുകൾ വന്നതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹവുമായി ഇപ്പോൾ ആ വാഹനം പുറപ്പെടുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ എയർഫോഴ്സ് ടെക്നിക്കൽ ഏരിയയിൽ നിന്നും അങ്ങനെ ക്രാഫ്റ്റ്സ്മാൻ തോമസ് ചെറിയാൻ്റെ ഭൗതികദേഹം പുറപ്പെടുകയാണ്. ഇന്ന് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം സൂക്ഷിക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നുമില്ല. ഇന്നിവിടെ കൃത്യമായി എല്ലാ ഔദ്യോഗിക ബഹുമതികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഭൗതികദേഹവും വഹിച്ചുള്ള വാഹനം രാവിലെ പുറപ്പെടും എന്നുള്ളതാണ് നമുക്ക് അവസാനമായി ലഭ്യമായിരിക്കുന്ന അറിവ് എന്ന് പറയുന്നത്. എന്തായാലും തുടർച്ചയായി ദിവസങ്ങൾക്ക് മുൻപാണ് നമുക്ക് ഇത്തരമൊരു അറിയിപ്പ്, അതായത് 56 വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ഒരു സൈനികൻ്റെ ഭൗതികദേഹം കണ്ടെത്തിയിരിക്കുന്നു, അദ്ദേഹം മലയാളിയാണ് എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നത്. ആ വിവരം ലഭ്യമായതിനു ശേഷം അതൊരു വലിയ ഒരു, കാരണം ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത തരത്തിലുള്ളൊരു വാർത്തയായി അത് മാറുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം നാട്ടിലേക്ക് എത്തുന്നതിനെ പറ്റിയുള്ള നടപടിക്രമങ്ങൾ തുടരുന്നു. ആ ചടങ്ങുകളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമീകരണങ്ങളെ പറ്റിയുമൊക്കെ ആയിരുന്നു പിന്നീട് ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം ഇവിടെ നിന്നും തിരുവനന്തപുരത്തെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നും അങ്ങോട്ട് മിലിറ്ററി ക്യാമ്പിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൈനിക വാഹനത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ വാഹനവും, മുൻപിൽ 2 സൈനിക വാഹനവും പോലീസ് വാഹനവും
അകമ്പടിയായി പോകുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഓർമ്മചിത്രം എടുത്താണെങ്കിൽ ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിലാണ് 1968 ഇത്തരമൊരു സൈനിക വിമാനം അപകടത്തിൽപ്പെടുന്നത്. ആ വിമാന അപകടത്തിലുണ്ടായിരുന്ന ഏതാണ്ട് 102 സൈനികർ അതിൽ വീരമൃത്യു വരിച്ചു എന്നുള്ളതാണ്. അവരിൽ 9 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോഴും കണ്ടെത്തിയിട്ടുള്ളത്. ഈ വർഷങ്ങളായി തുടരുന്ന തിരച്ചിലിന്റെ ഭാഗമായി, അതായത് ഇത്തരത്തിൽ കാണാതായ സൈനികർക്ക് വേണ്ടി സൈന്യം ഇടയ്ക്കിടയ്ക്ക് എക്സ്പെഡിഷനുകൾ പോലെ ഇത്തരം തിരച്ചിലുകൾ നടത്താറുണ്ടായിരുന്നു. ആ തിരച്ചിലുകളുടെ ഭാഗമായി ചന്ദ്രഭാഗ എക്സ്പെഡിഷൻ എന്ന് പറയുന്ന തിരച്ചിലിന്റെ ഭാഗമായി നടത്തിയ ഈ സൈനിക ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഓപ്പറേഷൻ എന്ന് പറയാൻ കഴിയില്ല, ആ ഒരു തിരച്ചിലിനൊടുവിലാണ് നമുക്ക് ഈ ഇദ്ദേഹത്തിന്റെ മൃതദേഹം മഞ്ഞിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത്. എന്തായാലും അദ്ദേഹത്തിനൊപ്പം തന്നെ മറ്റ് 4 പേരുടെ ഭൗതിക ദേഹങ്ങൾ കൂടി ഈ രീതിയിൽ കണ്ടെടുക്കുന്ന സാഹചര്യമുണ്ടായി. ദോഗ്ര സ്കൗട്ട്സും അതോടൊപ്പം തന്നെ ഈ മഞ്ഞുമലകളിലൊക്കെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ചിട്ടുള്ള തിരങ്ക മൗണ്ടൻ റെസ്ക്യൂ വിഭാഗവും ചേർന്നായിരുന്നു ഈ തിരച്ചിൽ നടത്തിയത്. ആ തിരച്ചിലിനൊടുവിലാണ് ഈ 4 പേരുടെ ഭൗതിക ശരീരം കണ്ടെത്തുന്നത്. അതിലൊന്ന് മലയാളിയായ ക്രാഫ്റ്റ്സ്മാൻ ആയിരുന്ന തോമസ് ചെറിയാൻ ആണ് എന്നുള്ള കാര്യത്തിൽ പിന്നീട് സ്ഥിരീകരണം വരുന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ദേഹത്തിൽ നിന്ന് ലഭിച്ച ചില അടയാളങ്ങളും അവരുടെ അടുത്ത ബന്ധുക്കളുടെയും ഒക്കെ വിവരങ്ങളൊക്കെ വെച്ചാണ് ഇത്തരത്തിൽ അദ്ദേഹം മലയാളിയാണ്, ഇന്ന ആളാണെന്ന് തിരിച്ചറിയുന്നത്. തുടർന്നാണ് സൈന്യം നാട്ടിൽ അറിയിക്കുന്നതും ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ ഭൗതികതയിൽ ലഭിച്ച വിവരം ബന്ധുക്കളെയൊക്കെ അറിയിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുവെന്ന് പറയാൻ നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ വളരെ കുറച്ച് പേരാണ് ഉള്ളത്. ബാക്കി എല്ലാവരും തൊട്ടടുത്ത് അല്ലെങ്കിൽ മറ്റ് ആളുകളൊക്കെയാണ്. ആളുകളെന്ന് പറയുമ്പോഴും ഇപ്പോൾ ജ്യേഷ്ഠന്റെ മകന്റെ മകൻ അങ്ങനെയുള്ളവരാണ് കൂടുതലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് അദ്ദേഹത്തിന്റെ സ്വന്തം അനിയനായ തോമസ് ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹമാണ് ആദ്യം പുഷ്പചക്രം അർപ്പിക്കുന്നത്. അദ്ദേഹം വിതുമ്പുന്നത് നമ്മൾ കണ്ടതാണ്. അതായത് ഏതാണ്ട് 22 വയസ്സിൽ അവസാനമായി കണ്ട സഹോദരനെ 56 വർഷത്തിന് ശേഷം ഒരു ത്രിവർണ്ണ പതാക പതിച്ച ഒരു പെട്ടിയിൽ, ഇതൊരു കാസ്കറ്റിലാണ് അദ്ദേഹം പിന്നീട് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ഇനി ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു ക്ലോഷർ എന്നൊക്കെ പറയാവുന്നത് പോലെ അദ്ദേഹത്തിന് ലഭ്യമാകേണ്ട അന്തിമ സംസ്കാര ചടങ്ങുകളിലൊക്കെ അതൊക്കെ മതപരമായ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി അദ്ദേഹത്തിന് ഒരു നിത്യശാന്തി നൽകാനുള്ള ഒരു അവസരമൊന്നും കിട്ടില്ല എന്ന് കരുതിയിരുന്ന കുടുംബത്തിനാണ് ഇത്തരത്തിൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു തിരച്ചിലിന്റെ ഭാഗമായി തോമസിന്റെ മൃതദേഹം ലഭിച്ചു എന്ന ഒരു അറിയിപ്പ് ലഭിക്കുന്നത്. അതൊരു തരത്തിൽ പറഞ്ഞാൽ നൊമ്പരവും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ആശ്വാസവുമാണ്. ഇനിയൊരു കാത്തിരിപ്പിന് വേണ്ടി അല്ലെങ്കിൽ ഇനിയൊരു കാത്തിരിപ്പുമായി കുടുംബം മുന്നോട്ട് പോകണ്ടല്ലോ എന്നുള്ള ഒരു ചിന്തയും അതിൽ നമുക്ക് കാണാം. അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ചേട്ടന്റെ മകനായിരുന്ന ഷിനു എൽസ്, ജ്യേഷ്ഠന്റെ മകനായിട്ടുള്ള കേണൽ സഞ്ജു മാത്യു, ജ്യേഷ്ഠന്റെ മരുമകളായിട്ടുള്ള ഷീന സാമുവൽ, അങ്ങനെയുള്ള ബന്ധുക്കളാണ് ഇന്ന് ഇവിടെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങാൻ എത്തിയത്. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭൗതികദേഹവുമായി ഈ സൈനിക വാഹനം അത് തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെ സൈനിക ആശുപത്രിയിലേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഈ ഒരു അപകടമുണ്ടായ ഒരു സാഹചര്യമാണ്. 1986 ഈ രീതിയിലുള്ള അപകടം ഉണ്ടാകുന്നത്. 102 സൈനികരും അതോടൊപ്പം തന്നെ മറ്റ് സൈനിക വസ്തുക്കളും ഒക്കെയായി ചണ്ഡീഗഡിൽ നിന്ന് ലേയിലേക്ക് പോവുകയായിരുന്നു AN-12 എന്ന് പറയുന്ന വിമാനം. ഇന്ന് വ്യോമസേന വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന AN-32 ഒക്കെ ഒരു പഴയ മോഡലാണ് അന്ന് AN-12 എന്ന് പറയുന്നത്. അത് 1968 ഫെബ്രുവരി 7 കുളു ജില്ലയിലെ റോത്തങ് പാസിൽ മഞ്ഞുമലകൾക്കിടയിൽ ആണ് ഈ വിമാനത്തെ പറ്റിയുള്ള വിവരങ്ങൾ അവസാനമായി ലഭിച്ചത്. അവിടെ വെച്ച് വിമാനം തകർന്നു വീണു എന്നുള്ളത് പിന്നീട് മനസ്സിലാക്കുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ആ വിമാനത്തിന്റെ പല പാർട്സ് പോലും കണ്ടെത്തിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത്രയധികം ദുർഘടമായ ഒരു സ്ഥലത്താണ് ഈ വിമാനം നഷ്ടമായത്. അവിടെ നിന്ന് തിരച്ചിലുകൾ കാലാകാലങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് ആകെ 9 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ തോമസ് ചെറിയാനൊപ്പം മൽഖാൻ സിംഗ്, ശിപായ് നാരായൺ സിംഗ് തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ഭൗതികദേഹങ്ങളാണ് ഇപ്പോൾ ഏറ്റവും അടുത്തതായി കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഈ ലഭിച്ച ഭൗതികദേഹങ്ങളിൽ ഒരാളെ ഇപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. ഈ രേഖകൾ നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് സൈന്യം നൽകുന്ന വിവരമനുസരിച്ച് ഇവരുടെയൊക്കെ പേരുകൾ തിരിച്ചറിഞ്ഞു പോലും അവരുടെ വസ്ത്രങ്ങളിൽ നിന്ന് ലഭിച്ച ചില രേഖകളാണ്. ഈ തോമസ് ചെറിയാന്റെ ശരീരത്തിൽ നിന്നാണെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളുടെ വിവരങ്ങൾ ലഭിച്ചു എന്ന് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ വീട്ടുകാരെയൊക്കെ അത് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആദ്യം പ്രദേശത്തെ പോലീസ് സ്റ്റേഷനിൽ സൈന്യം വിവരം അറിയിക്കുന്നു. ആ വിവരമനുസരിച്ച് ആറന്മുള പോലീസാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി സഹോദരന്റെ ഈ ഭൗതികദേഹം കണ്ടെത്തിയത് എന്ന വിവരം കരസേന ആസ്ഥാനത്തു നിന്നുള്ള വിവരം കൈമാറിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ
2019 ഇതിനു മുൻപ് വിമാനത്തിന്റെ കുറച്ച് അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു. ഇനി ഈ 102 പേരിൽ 9 പേരെ മാത്രമാണ് നമുക്ക് ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ആ അപകടത്തിന്റെ ഒരു വ്യാപ്തി നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അത്രയധികം ആളുകളെയും കാത്ത് ഇന്നും ഭാരതത്തിന്റെ വിവിധ കോണുകളിൽ വീടുകളിൽ ആളുകൾ കഴിയുന്നുണ്ട്, ബന്ധുക്കൾ കഴിയുന്നുണ്ട്. അതിൽ സ്വന്തം ഈ പറയുന്ന രീതിയിൽ 22 വയസ്സുള്ള തോമസ് ചെറിയാനെ പോലെ വളരെ ചെറിയ പ്രായത്തിലുള്ള യുവാക്കളാണ് ആ സൈനിക വിമാനത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കുറച്ചു പേർ മാത്രമാണ് കൂടുതൽ സീനിയേഴ്സ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരായി ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും വളരെ ചെറിയ പ്രായത്തിലുള്ളവരായിരുന്നു. അങ്ങനെയെങ്കിൽ സ്വന്തം മക്കളെ സൈനിക സേവനത്തിനായി അയച്ച് അവരുടെ ലീവിലൊക്കെയുള്ള അവരുടെ വരവും കാത്തിരുന്ന ബന്ധുക്കൾക്ക് പിന്നീട് ഒരിക്കലും ഏതാണ്ട് 56 വർഷം കഴിഞ്ഞിട്ടും മക്കളെ പറ്റിയുള്ള ഒരു വിവരം പോലും ലഭ്യമായിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവരിൽ പലരെങ്കിലും ഈ പറഞ്ഞ രക്ഷകർത്താക്കളോ സഹോദരങ്ങളോ അങ്ങനെയുള്ള അടുത്ത ബന്ധുക്കളിൽ പലരും ഇന്ന് മരിച്ചു പോയിട്ടുണ്ടാകണം. എന്നിട്ടും അപ്പോഴും ഈ പറയുന്ന ആളുകളെ പറ്റിയുള്ള ഒരു വിവരവും നമുക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ഇന്നും ഈ രാജ്യത്തിന് വേണ്ടി ധീരബലിദാനം ചെയ്ത ഇവരെ കാത്ത് ആളുകൾ ഇരിപ്പുണ്ട് എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇപ്പോൾ ഈ തോമസ് ചെറിയാന്റെ ഭൗതികദേഹം തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യവും കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കാതെ പോകരുത്. അങ്ങനെ നിരവധി ആളുകളുണ്ട്. ഇപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ മലയാളികളായിട്ടുള്ള മറ്റ് ആളുകളുമുണ്ട്. അതായത് കാണാതായ കൂട്ടത്തിലുള്ളത് ഇപ്പം കോട്ടയം ഇത്തിത്താനം കപ്പപ്പറമ്പിൽ സ്വദേശിയായ കെ രാജപ്പൻ, ആർമി സർവീസ് കോറിൽ ശിപായിയായിരുന്ന ഒരു എസ് ഭാസ്കരൻ പിള്ള, മെഡിക്കൽ കോറിന്റെ ഭാഗമായിരുന്ന PS ജോസഫ്, BM തോമസ്, ക്രാഫ്റ്റ്മാൻ തന്നെയായിരുന്ന ഈ തോമസ് ചെറിയാനെ പോലെ തന്നെ ക്രാഫ്റ്റ്മാൻ ആയിരുന്ന KP പണിക്കർ എന്നിങ്ങനെയുള്ള മലയാളികളും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. 2003 ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് 2003 ആദ്യമായി ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നത്. അത് പിന്നീട് 2005 2006 2019 ഒക്കെ ഈ വിമാനത്തിന്റെ പല ഭാഗങ്ങളിലും തിരച്ചിരുന്നു. 2019 ആദ്യമായി ഈ അപകടത്തിൽപ്പെട്ട് മരിച്ച 5 പേരുടെ ശരീരഭാഗങ്ങൾ കണ്ടെടുത്തത്. അതായത് ഇത്രയധികം വർഷം 1968 ഉണ്ടായ ഈ വിമാനാപകടത്തിൽ 102 പേരെ കാണാതായിട്ട് അതിൽ 5 പേരുടെ ശരീരഭാഗങ്ങൾ കിട്ടുന്നത് 2019 നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇപ്പോൾ 2024 വീണ്ടും 4 പേരുടെ ഭൗതികദേഹം കൂടി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇനിയും ആളുകളെ കണ്ടെത്താനുണ്ട്. അത്രയധികം ആളുകൾ, അതായത് 90-ലധികം ആളുകളുടെ ഭൗതികദേഹങ്ങൾ അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള വിവരങ്ങൾ ഒക്കെ ഇനിയും ലഭ്യമാകാനുണ്ട്. അത്ര വലിയൊരു അപകടമാണ്. ഇന്ത്യയുടെ വ്യോമസേനാ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്ന്. അതിൽ മലയാളിയായിട്ടുള്ള തോമസ് ചെറിയാന്റെ ഭൗതികദേഹം ഇപ്പോൾ 56 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ജനിച്ച സംസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തിച്ചിരിക്കുന്നു. ഇനി നാളെ രാവിലെ ഇവിടെ നിന്നും തിരുവനന്തപുരത്ത് പാങ്ങോട് സൈനിക ആശുപത്രിയിൽ നിന്നും 56 വർഷം മുൻപ് വിമാനം തകർന്ന വീരമൃത്യു വരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ചു. തുടർന്ന് ഇപ്പോൾ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്.